സമാധാനമുണ്ടാവും എന്ന് കരുതുന്നത് തെറ്റാണ്. ഓരോ വിശ്വാസവും അവനവൻ്റെ തൃപ്തിക്കനുസരിച്ചും സന്തോഷത്തിനനുസരിച്ചും ജീവിതം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ അവിടെ വേണ്ടത് ആ വിശ്വാസത്തിൻ്റെ ആധിപത്യമല്ല, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷതയാണ്. ഈ തിരിച്ചറിവിലേക്ക് പതുക്കെ പതുക്കെ ഇന്ത്യൻ സമൂഹം വന്നുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ഭരണകൂടം ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു സംസ്ഥാനം കത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മതനിരപേക്ഷ ഭരണകൂടമുള്ള ഒരു സംസ്ഥാനം സമാധാനത്തോടെ നിൽക്കുന്നു എന്നും തിരിച്ചറിയണം. അത് കേരളമാണ്. ഈ രീതിയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാമൂഹികാവസ്ഥയും സാംസ്കാരിക അവസ്ഥയും ഇടതുപക്ഷ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തെ സാമൂഹിക അവസ്ഥയും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും പറയാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സമൂഹം ആഗ്രഹിക്കേണ്ടത്, ഏത് തലത്തിലുള്ളവരും ഏത് മേഖലയിൽ വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കേണ്ടത്, അവരുടെ ജീവിതവും അവരുടെ വിശ്വാസവും നിലനിൽക്കണമെങ്കിൽ ഇവിടെ മതനിരപേക്ഷ സമൂഹമുണ്ടാകണം, മതനിരപേക്ഷ രാഷ്ട്രീയമുണ്ടാകണം, മതനിരപേക്ഷ ഭരണകൂടമുണ്ടാകണം. ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അനന്യമായ ഒരു രാഷ്ട്രീയ ചിന്ത